ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. റോസ് ആരോമയിലെ എസൻഷ്യൽ ഓയിലായ റോസ് ഓയിലിനെ പറ്റി ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ റോസ് ഓയിലിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ക്രീമിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിഗ്മെൻറ്റേഷനും ടാനിങ്ങിനും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാണ് റോസ് ഓയിൽ എന്ന് പറയുന്നത്. പിമ്പിൾസ് എല്ലാം മാറും, മുഖം നല്ല ക്ലീൻ ആകും, മുഖം നല്ല സോഫ്റ്റ് ആകും, നല്ല ബ്രൈറ്റ് ആകും. എല്ലാത്തിനും റോസ് ഓയിൽ നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ റോസ് ഓയിലിനുണ്ട്. നമ്മൾ ഇന്ന് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ആദ്യം ഫ്രഷ് ആയിട്ടുള്ള ഒരു ലിറ്റർ വെള്ളം എടുക്കുക. നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം. 1 ലിറ്റർ വെള്ളമാണ് ഞാനിന്ന് എടുത്ത് അതിൻ്റെ അകത്താണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനോ ഒന്നും ചേർന്ന വെള്ളമാവരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമായിരിക്കണം. അങ്ങനെ 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തു. ഇത് 1 ലിറ്റർ വെള്ളം. ഈ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് ഇത് റോസ് ഓയിൽ, എസൻഷ്യൽ ഓയിലാണ്, റോസ് ഓയിലാണിത്. ഈ റോസ് ഓയിൽ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് 20 തുള്ളി ഒഴിക്കണം. ഇങ്ങനെ 20 തുള്ളി. റോസ് ഓയിൽ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ആ റോസ് ഓയിൽ നല്ലതായിട്ട് ഈ വെള്ളം നല്ലതായിട്ട് കലക്കി നമ്മൾ വെക്കുക. അല്ലെങ്കിൽ ഒരു സ്പ്രേ കുപ്പിക്കകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുപ്പിയിലോ പാത്രത്തിലോ എന്തെങ്കിലും നല്ല അടപ്പുള്ളൊരു പാത്രത്തിൻ്റെ അകത്ത് ഇത് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ലതായിട്ട് മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യണം. നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എപ്പോഴാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ലതായിട്ട് ഇതൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നമ്മൾ നല്ലതായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ വണ്ടിയിൽ പോകാമെന്ന് കൂട്ടിക്കോ, നമ്മൾ ഒത്തിരി യാത്ര ചെയ്ത് നമ്മൾ ക്ഷീണിക്കുന്നതൊക്കെ സമയത്ത് നമ്മൾ കാറിൽ ഇങ്ങനത്തെ ഒരു കുപ്പിക്കകത്ത്, ഒരു സ്പ്രേ കുപ്പിക്കകത്തോ എന്തെങ്കിലും ഇത് നിറച്ച് വെച്ചിരുന്നാൽ, നമ്മൾ നല്ല ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാറൊക്കെ നിർത്തി നല്ലതായിട്ട് മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു ഉണർവ് നമുക്കുണ്ടാകും. നമ്മുടെ ദേഹത്തെ ക്ഷീണങ്ങളൊക്കെ മാറി നമുക്ക് നല്ലൊരു ഫ്രഷ് ആകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഉറക്കളിച്ച് ജോലി ചെയ്യുന്നവർക്കും, നമ്മൾ ഒത്തിരി ക്ഷീണിച്ച് വരുന്ന സമയത്തും, രാത്രി അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത്, അങ്ങനെ ഏത് സമയമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ റോസ് വാട്ടറിനകത്ത് നല്ലതായിട്ട് മുഖം കഴുകുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ കുപ്പിയിൽ ഇതുപോലെ നിറച്ച് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയോ ഒക്കെ, മുഖത്തൊന്ന് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ആവാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ക്ഷീണങ്ങളൊക്കെ മാറി നല്ലൊരു ഫ്രഷ് ആകും. നമുക്കറിയാം റോസ് ഓയിലിനെ പറ്റി ഞാൻ പറഞ്ഞേക്കുന്നതിൻ്റെ അകത്ത് നമുക്കറിയാം, അത് നല്ല ഫ്രഷ് ആക്കുന്നു, പിമ്പിൾസ് മാറ്റുകയും നമ്മൾ ടാനിങ് മാറ്റി, അങ്ങനത്തെ എല്ലാ ഗുണങ്ങളും ഞാൻ പറഞ്ഞു. പോർട്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം ടൈറ്റ് ആക്കുന്നു, നല്ല ബ്രൈറ്റ് ആക്കുന്നു. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ റോസ് ഓയിലിനുണ്ട്. ആ റോസ് ഓയിലാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത്. നമ്മൾ ഇതും കൊണ്ട് മുഖം കഴുകുക, സ്പ്രേ ചെയ്യുകയോ ഒക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ ഫ്രഷ് ആകുന്ന മാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ റോസ് ഓയിൽ ഒരു പരിഹാരമാണ്. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും നമുക്ക് ഇതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കാറിൽ, നമ്മുടെ വീട്ടിലുമൊക്കെ ഇതുപോലെ ഇച്ചിരി വെള്ളം റോസ് ഓയിൽ ഒഴിച്ച് വെച്ചേക്കുക. നമ്മൾ ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്തൊക്കെ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാറയിലൊന്ന് വെച്ചേക്കുക. നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എണീറ്റ് ഉറക്കം വരുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് വാട്ടർ നമുക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് മുഖം നല്ലതായിട്ട് ക്ലീൻ ആവുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന സമയമൊന്നും ഇല്ല അതിന്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.